രഹിലേ നമ്മളെ കൂടെ രഹിലുണ്ട്. സൗണ്ട് കാരണം എനിക്കൊന്നും കേക്കത്തില്ല. ആകെയുള്ള പ്രശ്നമാ ഗെയിമിന്റെ സൗണ്ട് കാരണം എന്റെ വീഡിയോ ഒക്കെ ഞാൻ പറയും സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളെ അയ്യോ വണ്ടി ഫുള്ളും പോയല്ലേ. പോയി ആദ്യം പോയി എനിക്കൊരു മസ്താങ് എടുക്കണം. മസ്താങ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അല്ലറ ചില്ലറ പരിപാടികളുണ്ട് ചെയ്ത് കഴിയണം. നമ്മളോട് രഹിലുണ്ട്. രഹിലെ പോസിറ്റ് ആയിരിക്കും അല്ലേ അല്ലേ രഹിലേ? ഹലോ കുറച്ച് സൗണ്ട് കൂടി സംസാരിക്കണോ എനിക്ക്? എന്റെ ഇതിലെ സീനാ ഈ ഗെയിം സൗണ്ടിലെ ഈ വണ്ടിയുടെ സൗണ്ട് കാരണം എനിക്ക് അങ്ങനെ കേക്കത്തില്ലല്ലയാ. അതുകൊണ്ടാ ഞാൻ പോയ എനിക്കൊരു വണ്ടി എടുക്കണില്ല. വണ്ടി ഗീറിന്റെ ഫുള്ളും പോവുകയും ചെയ്തു. വണ്ടി ഉണ്ട് ആദ്യം ശരിയാക്കണത്. ഏത് ഷോറൂം പോയാടാ എടുക്കുന്നേ? എടാ നമ്മടെ ഇവിടെ പോയാ മതിയോ? നാട്ടുരാജ ഷോറൂം. നാട്ടുരാജ ഷോറൂമിലാണ് നമ്മൾ എടുക്കണം. അതെ മറിച്ചാണ് ഇതൊക്കെ കണ്ട വണ്ടി ഫുൾ മോഡിഫിക്കേഷനാ. എന്നിട്ട് ഒരു മക്കള് പോലും പിടിക്കൂല. പോലും പറ്റത്തില്ലടി ഈ സ്ഥലത്ത് വെച്ച്. ആരാ കണ്ണനെ വിളിച്ചേ? കണ്ടോ എന്റെ ഫാൻസുകളാ ഗൈസ്. കണ്ടോ പൊന്നണ്ണ എന്തോ അണ്ണ കണ്ണ എന്തോ മോനെ എന്റെ ഉമ്മച്ചി. എടി എന്റെ കൂടെ ഉള്ള ഒരുത്തൻ ഉണ്ടായിരുന്നു. എന്ത് രഹിലേ മോനെ കേറ്. രഹിലല്ല സോറി മാർക്കോ. ഞങ്ങളെന്നാ ഒരു വണ്ടി എടുത്തോട്ട് വരാം. ഇപ്പൊ തന്നെ വരും. അമ്മാര് നമ്മടെ ഫാൻസാ. നോക്കണ്ട ഗെയിം സൗണ്ട് പറയുമ്പോ സംസാരിക്കുന്ന കേൾക്കുമോന്നൊരു സംശയം. അതുകൊണ്ടാണ് ഞാനങ്ങനെ ഗെയിം സൗണ്ടിന്റെ സാധനം ഓണാക്കിട്ടേക്കുന്നത്. ഇവനൊക്കെ എങ്ങോട്ടാണോ പോകുന്നത്? അയ്യോ സാധനത്തിന് വരണം. നാട്ടുരാജ അവിടെ കണ്ടല്ലേ പോകുന്നേ. എടാ ഒന്ന് മാർക്ക് ചെയ്തടാ അവിടെ. മാർക്ക് ചെയ്തോടാ. മാർക്കാവുന്നു. എന്നെ മാപ്പി വരുവേ. എന്റെ അമ്മച്ചി ഇവിടെ പഠിക്കണ്ട. എടാ നിന്റെ സൗണ്ട് വിട്ടോട്ട് പോകുന്നുണ്ടോ? ഒന്ന് നോക്കിട്ട് വരണേ. നീ കുറച്ചുകൂടെ സൗണ്ട് കൂട്ടി സംസാരിക്കടാ. ഇതാണ് നമ്മുടെ നാട്ടുരാജ. നാട്ടുരാജ ഗ്യാരേജ്. അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ടായിരിക്കണല്ലോ. അങ്ങനെ ഡീലറോടെ എവിടെയെങ്കിലും നിപ്പുണ്ടായിരിക്കും. ഞാൻ നോക്കിട്ട് വരാം. അതെ നമ്മൾ പറഞ്ഞ ഇവിടെ ഷോറൂമിനോട് എത്തിയിട്ടുണ്ട്. എൻ്റെ അകത്ത് ഹലോ ഞാൻ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി വന്നാണേ. ഇവിടെ അങ്ങനെ വണ്ടികളൊന്നും നിർത്തിയിട്ടില്ലല്ലോ സാറേ. ഇവിടെ വണ്ടികളൊന്നും ഇല്ലാത്ത സാറേ. വണ്ടികളൊന്നും
ഹലോ വണ്ടിയിലൊന്നും ഇല്ലാത്ത എന്താ? അത് ഗോഡൌണിൽ വെച്ചിരുന്നു. ഇവിടുത്തെ ആൾക്കാരെല്ലാം കാത്തോണ്ട് പോകും. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്കൊരു മസ്താങ് എടുക്കാനായിരുന്നു. ഓക്കെ ഓക്കെ. എവിടെ ഗോഡൌൺ? ഓക്കെ ഓക്കെ. ബാസാർ ഇപ്പരാ. അപ്പൊ നമുക്കൊന്ന് എന്നും ഗോഡൌണിൽ പോയിട്ടില്ല. ചിലപ്പം എനിക്ക് വിശ്വാസമില്ല. ഞാൻ പറയാവേ. നേരെ ഗോഡൌണിലോട്ട് പോകണം. ഒരു ബൈക്കൊക്കെ നമ്മുടെ ഉള്ളതുകൊണ്ട് സീന അല്ലടാ. നമ്മളെ ബൈക്കൊക്കെ ഉണ്ടല്ലേ. ഇടാന്നൊക്കെ. ഞാൻ ഈ സാറിന് എന്തിനാ ഇടയെന്നൊക്കെ വിളിക്കുന്നത്? ഹലോ. അപ്പൊ നമ്മള് നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ എത്തിയിട്ട് കാണാം. നമ്മളെ ഗോഡൌൺ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗോഡൌൺ എന്നൊക്കെയാണ് പറയുന്നത്. കുറെ വണ്ടികളൊക്കെ, അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്. എവിടെയാ നമ്മുടെ മസ്താങ്? എവിടെയാ? ഓക്കെ ഓക്കെ. അവിടെ കടപ്പുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നോക്കട്ടെ. ഇത് കൊള്ളാലോടെ. ഇത് ഞാൻ നൈസ് വണ്ടിയായിരുന്നു. ഒന്ന് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കളറൊക്കെ ഒന്ന് മാറ്റണം. വൈബ് വണ്ടിയാലോ. എന്നാ ടെസ്റ്റിലെ വിളിച്ചോട്ടെ. ബ്രോ അപ്പത്തേക്കും ആ ബൈക്ക് ഒന്ന് എടുത്തോണേ. എന്റെ ബൈക്കൂടെ ബൈക്കിൽ പറഞ്ഞേ. ബൈക്കിന്റെ ആവശ്യം നമുക്ക് കൂടുതലാണ്. ബൈക്ക് ഒന്ന് എടുക്കണം. ആവശ്യം ഇത് പണ്ടേ നമ്മളറിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഗോഡൌണും അത്യാവശ്യം വണ്ടികളൊക്കെ നമ്മൾ എടുക്കുന്നു. നോക്കോ. പിന്നെ ആ ഒരു വണ്ടി ഉണ്ടാവും നീല. അത് എൻ്റെ കൂട്ടുകാരൻ കൊണ്ടിട്ടുണ്ട്. ഓടിച്ചിട്ടില്ല. നമുക്ക് ആ ഗോഡൌണിൽ തന്നെ കൊണ്ടെടുത്താൽ പുള്ളിക്കാരൻ തന്നെ എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. കുറെ വണ്ടികളൊക്കെ കിട്ടുന്നത് തന്നെയല്ലേ. എന്തായാലും പറ്റിക്കാൻ പുള്ളിക്കാരനെ കുഴപ്പമില്ല. പോലീസ് ഇവിടെ നിൽക്കുന്നു. ദൈവമേ, പിടിക്കാനാണോ? എന്തോടെ വീലിയൊക്കെ അടിച്ചോടേ. എന്തോടെ കാട്ടാക്കട. കുറച്ച് പൈസ കൊടുത്തൊരു സ്ഥലം ഇന്ത്യടാ. അവിടെ എത്തി. അവനെന്തി ഇങ്ങോട്ട് വരട്ടെ. ബ്രോനോട് എന്തോ പറ്റിയിരിക്കുക. നോക്കട്ടെ. പുള്ളിക്കാരന് മോശങ്ങളൊന്നും അറിയത്തില്ല. നോക്കണ്ടേ. അങ്ങോട്ട് പോവാ. ഹലോ ബ്രോ. എന്തെങ്കിലും പറ്റിയിരുന്നോ?
ഓ വണ്ടി ഇഷ്ടപ്പെട്ടു. എത്ര രൂപ തരണ്ടേ? ഇവൻ എന്താടാ എന്നോട് കേൾക്കുക. വണ്ടി സെറ്റ്. ഓക്കെ, ഈ വണ്ടി എടുത്തു. ഓക്കെ, എത്ര രൂപ? 20 ഇപ്പൊ തരാം. ഇപ്പൊ അയച്ചിട്ടുണ്ട് കുറച്ച് പൈസ. ഡിസ്കൗണ്ട് 10,000 ആയിരുന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. നമുക്ക് ബ്രോ എന്നാ വണ്ടി എടുത്തിട്ട് പോക്കോട്ടെ. കൂട്ടുകാരനോട് വെയിറ്റ് ചെയ്യണം. വണ്ടി നമ്മുടെ കിട്ടുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരുടെ വീടാണ്. അവന്റെ പേരാണ്. വീടാണ്. അതുകൊണ്ട് നമ്മളെ വണ്ടി ശരിയാക്കുമ്പോ ഇവിടെ കയറ്റി ശരിയാക്കുന്നത് എല്ലാടെ അറിയില്ലേ. ഞാന് അവിടെ കേറിയപ്പോ ഈ പ്രാന്തന് ഓടി. ഇങ്ങോട്ടാന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് പറഞ്ഞടാ. വീട്ടിലല്ലടാ, മീറ്റിംഗ് എന്നാടാ പറഞ്ഞു. പോടാ കോപ്പ്. ഇതും ശരിയാകത്തില്ല. മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോ റോഡിനടുക്ക് നിൽക്കുക പ്രാന്ത്. ഓക്കെടാ. എടാ നിന്നെ എവിടെ ഇറക്കണ്ടേ? താഴെ ബസ് സ്റ്റോപ്പ് ഇറക്കി. ബസ് സ്റ്റോപ്പ് ഇറക്കാം. എടാ നോക്കടാ ബൈ. സെക്കൻഡ് മീറ്റിംഗ് ആണ്. അങ്ങോട്ട് കണ്ടുപോയി പരിഹാരമാണ് പറയുന്നത്. നോക്കട്ടെ. ചില അവിടെ നേരെ വീട്ടിലോട്ട്. എന്തുവാടെ എന്ന് കാലാവസ്ഥ ഒക്കെ മാറി. സൗണ്ട് സീനാണ്. ഞാൻ സൗണ്ട് കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാറുണ്ട്. ഫസ്റ്റ് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എന്താ നമുക്ക് വണ്ടി സെറ്റ് ആക്കണം. നാളത്തെ വീഡിയോ കാണാം. ബൈ ഗൈസ്.